ഹലോ ഷാനി കുക്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലം കേക്കാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട് കേക്ക്. അതിനകത്ത് നമ്മൾ മുട്ട ചേർക്കുന്നില്ല, ആൽക്കഹോൾ ഒന്നും ചേർക്കുന്നില്ല. ഇത് വീട്ടിലുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനകത്ത് ഞാൻ പറയുന്ന പോലെ അളവുകളും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തുടക്കക്കാർക്ക് പോലും ഇങ്ങനെ ഒരു നല്ല പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. ഒരുവിധം വലിപ്പമുള്ള പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ ജാതിക്കാക്കുരു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, അല്പം ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ കൂടി അരിച്ചൊക്കെ എടുക്കാം കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും നന്നായിട്ട് മിക്സായി കിട്ടണം, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇനി ഇതിലേക്ക് 1 കപ്പ് ബ്രൗൺ ഷുഗർ, 1 കപ്പ് നട്ട്സ് നുറുക്കിയത്, ഇഷ്ടമുള്ള നട്ട്സുകൾ എന്തും ചേർക്കാം, 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ്, ഉണങ്ങിയ പഴങ്ങൾ, അതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളതാണ്. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് ഗ്ലേസ്ഡ് ചെറി ചേർക്കുന്നുണ്ട്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഓറഞ്ചിൻ്റെ തൊലി ചുരുണ്ടിയത് 1 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനൊരു തടിയുടെ തവിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് മിക്സ് ചെയ്യുമ്പം തന്നെ ഇതിനകത്ത് നമ്മൾ ആ സ്പൈസസിൻ്റെ പൊടിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല മണമാണ് വരുന്നത്. നല്ലൊരു കേക്കിൻ്റെ മണം ഇപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഉരുക്കിയ ബട്ടർ 1/4 കപ്പ്, ഞാൻ അളവ് കപ്പിന് അളന്നതാണ്, 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ശേഷം 1 കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ്, ഞാൻ ഫ്രഷ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതല്ല കടയിൽ നിന്ന് മേടിക്കുന്നതാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് വാനില എസൻസ് 1 ടീസ്പൂണാണ്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. പണ്ടൊക്കെ ആൾക്കാർ ഇങ്ങനെ കേക്കിൻ്റെ ബാറ്റർ അല്ല കേക്കിൻ്റെ മാവ് തേക്കുക എന്നൊക്കെ പറയുമായിരുന്നു. ഇങ്ങനെ കുറേ നേരം തേച്ച് വെക്കുമായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്നാലും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവുകളൊക്കെ കൃത്യമായി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ഞാൻ ഗ്യാരണ്ടിയാണ്. ഇപ്പം നല്ല മണമാണ് കേട്ടോ, എല്ലാം കൂടെ ചേർത്തപ്പോൾ നല്ല മണം. ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് പാൻ എടുക്കാം. അത് ബേക്കിംഗ് പേപ്പറൊക്കെ ഇട്ട് ബട്ടറൊക്കെ തേച്ച് അല്ലെങ്കിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഒന്നും കൂടെ അതൊന്ന് മാവെല്ലാം കൂടെ സെറ്റാകും. ഇതിന് മുകളിൽ കുറച്ച് കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒക്കെ ഒന്ന് ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ അതൊക്കെ മാറ്റങ്ങൾ വരുത്തി വെക്കാം. ഇനി ബേക്ക് ചെയ്യാം. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5-8 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് 50 മിനിറ്റ് വെച്ച് കൊടുത്ത് ബേക്ക് ചെയ്യുക. അതിനുശേഷം 160 ഡിഗ്രി സെൽഷ്യസിലോട്ട് മാറ്റിയിട്ടുകൊണ്ട് അടുത്ത ഒരു 25 മിനിറ്റും കൂടെ ബേക്ക് ചെയ്യാം. ടെമ്പറേച്ചർ കുറച്ചിടുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം വല്ലാതെ വിണ്ട് കീറിപ്പോകാതിരിക്കാനാണ്. എന്നാലും നിങ്ങൾ ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞ കണക്കിന് 75 മിനിറ്റ് എടുത്തു. പക്ഷേ നിങ്ങൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പം അധികം മുകൾ ഭാഗമൊന്നും വിണ്ട് കീറാതെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്ക്യൂർ ഇട്ട് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കയ്യിലൊന്നും ശകലം പോലും ഒട്ടിപ്പിടിക്കുന്നില്ല. അല്പമൊന്ന് ചൂടാറിയതിന് ശേഷം കേക്ക് നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗത്തെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ആഹാ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിഭാഗമൊക്കെ ഉണ്ടോ, ഒന്നും കരിഞ്ഞു പോയിട്ടേ ഇല്ല. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഏതെങ്കിലും ജാം ഒന്ന് തേച്ച് കൊടുക്കാം. അത് കേക്കിന് ഇച്ചിരി ചൂടുള്ളപ്പോൾ തേക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, ഇത് ഓപ്ഷണലാണ്. ഒരു ഗ്ലേസിങ് ഒക്കെ കിട്ടാനായിട്ട് ചെയ്യുന്നതാണ്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നന്നായി തണുത്തില്ലെങ്കിൽ ചൂടാണെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുണ്ടാക്കി ഒരു ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴാണ് അതിൻ്റെ രുചിയും മണവും ഒക്കെ ഒന്നും കൂടെ നന്നായിട്ട് വരുന്നത്. ഒട്ടും പൊടിഞ്ഞു പോകാതെ തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കേക്കിൻ്റെ അകമൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കാനായിട്ട്. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എന്നാ പറയണ്ടേ സ്പൈസ് മിക്സും എല്ലാം കൂടെ ചേർന്നിട്ടൊരു നല്ല മണവും നല്ല രുചിയൊക്കെയാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരത്തെ തരുന്നു.